നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളും ചേർന്ന് മാധ്യമങ്ങളെ കാണാനുള്ള നിർദ്ദേശം ഉയർന്നെങ്കിലും അമ്മയിലെ ചില അംഗങ്ങൾ എതിർത്തതുമൂലമാണ് അത് നടക്കാതെ പോയതെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം അമ്മ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവർ ബന്ധപ്പെട്ട് കാണണം എന്നറിയിച്ചിരുന്നു. കാരണം സിനിമാ മേഖലയെ ബാധിക്കുന്ന കാര്യമാണ്. അതിനുശേഷമാണ് എല്ലാ സംഘടനകൾക്കും കൂടി മാധ്യമങ്ങളെ കാണാം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാലും ചർച്ച നടത്തുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന മമ്മൂട്ടിയും അടിസ്ഥാനപരമായി ഇതിനോട് യോജിപ്പുള്ളവരായിരുന്നു എന്നും ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തി. എന്നാൽ അമ്മയിലെ ചില അംഗങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തു. അതാണ് ആ കൂടിക്കാഴ്ച നടക്കാതെ പോയത്. അവർ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ പുരോഗമന മുഖവുമായി വരുന്നതും കണ്ടു എന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഫെഫ്കയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും മൗനം പാലിക്കുന്നു എന്ന ആരോപണത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. 21 യൂണിയനുകളുടെയും ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ഇത്രയും ദൂരവ്യാപക അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എല്ലാവരെയും കേട്ടിട്ടായിരിക്കണം എന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അങ്ങനെയാണ് ആ സംസാരം ഞാൻ മാറ്റിവെച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ പേരുകളും പുറത്തുവരികയും നിയമപരമായ നടപടികളിലൂടെ അവർ കടന്നുപോവുകയും വേണമെന്ന് ഫെഫ്കയുടെ അഭിപ്രായം ആവർത്തിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെഫ്കയുടെ അംഗങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ വരുന്നുണ്ടെന്നും എന്നാൽ ഇക്കാര്യത്തിൽ മുൻ നിലപാട് തന്നെയാണ് സംഘടനയ്ക്ക് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം നടപടികളിലേക്ക് പോവില്ല. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട FIRകൾ ഇടാറുണ്ട്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയോ കോടതിയിൽ നിന്ന് പരാമർശമോ അറസ്റ്റോ ഉണ്ടായാൽ ആ അംഗം സസ്പെൻഡ് ചെയ്യപ്പെടും. നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷമേ അംഗത്വം തിരികെ കിട്ടൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഫെഫ്കയിലെ വിവിധ സംഘടനകളുടെ യോഗം നടന്നുവരികയാണ്. ഇതിനകം 4 സംഘടനകളുടെ യോഗം കഴിഞ്ഞുവെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഓരോ യൂണിയനും റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ച് വിശകലനം നടത്തണം. അതിനുശേഷം അവ ക്രോഡീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കും. 2, 3, 4 തീയതികളിലായി ഇത് പൂർത്തിയാക്കാനും 7-ാം തീയതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനുമാണ് ആലോചിക്കുന്നത്. ഓരോ യൂണിയനിലെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്ത്രീകളുടെ യോഗം വിളിച്ചിരുന്നു. അതിൽ ചിലരുമായി നേരിൽ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലും നടപടിയുണ്ടാവും. അത് വരുന്ന റിപ്പോർട്ടിലും ഉണ്ടാവുമെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചതിനെക്കുറിച്ച് സംഘടന കമ്മീഷൻ ചോദിച്ചു എന്ന ആരോപണത്തെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. ഇന്ത്യയിലെ മുഴുവൻ ഫെഡറേഷനുകളിലും ധനകാര്യ തർക്കമുണ്ടാകുന്ന വേളയിൽ യൂണിയൻ ഇടപെടുകയും അർഹതപ്പെട്ടത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ 10% കമ്മീഷൻ സംഘടനയുടെ ക്ഷേമനിധിയിലേക്ക് നൽകുന്ന കീഴ്വഴക്കമുണ്ട്. അതുമാത്രമാണ് യൂണിയൻ്റെ വരുമാനം. ചികിത്സാ സഹായമായും മരിച്ചു കഴിയുമ്പോഴും വിരമിക്കുമ്പോഴുമൊക്കെ അംഗങ്ങൾക്ക് നൽകുന്ന പൈസയിൽ ഇതുമുണ്ട്. ചിലർ അതിൽ ബുദ്ധിമുട്ട് അറിയിച്ച് 5% തരാം എന്നൊക്കെ പറയാറുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കാറാണ് പതിവ്. അതാണ് ആഷിഖ് അബുവിനോടും പറഞ്ഞത്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയുടെ എഴുത്തുകാരനായ ശ്യാം പുഷ്കരനും ദിലീഷ് നായരും ഇക്കാര്യം പാലിക്കുകയും ചെയ്തുവെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതേസമയം ദൗർഭാഗ്യകരമായ കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നതിൽ വേദനയുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്നും നടൻ മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടിൽ സിനിമയിലെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. സിനിമാ മേഖല ഒന്നാകെയാണ് ഇതിന് പ്രതികരിക്കേണ്ടത്. എന്നാൽ അമ്മയ്ക്ക് നേരെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല എന്നും മോഹൻലാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ആദ്യമായിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത്. തൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഗുജറാത്തിലും ബോംബെയിലും മദ്രാസിലുമായിരുന്നു. ഭാര്യയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലായിരുന്നു. വല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ആധികാരികമായി പറയാൻ അറിയുന്ന ആളല്ല എന്ന് മോഹൻലാൽ പറഞ്ഞു. എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു. എല്ലാത്തിനും അമ്മയല്ല ഉത്തരം നൽകേണ്ടത്. അഭിഭാഷകരും സിനിമയിലെ തലമുതിർന്ന ആളുകളുമായി സംസാരിച്ചതിന് ശേഷമാണ് താൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പിന്മാറിയത് എന്ന കാര്യവും മോഹൻലാൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.